നമ്മൾ അവിടുത്തെ എല്ലാ നമസ്കാരവും ഓതലും ദുആയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ എല്ലാം ക്ലീനിങ് ആണ് കേട്ടോ. ഇതുപോലുള്ള വണ്ടികളിലാണ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത്. ആ വണ്ടിയുടെ താഴെ ബ്രഷ് ഉണ്ട്, പൊടിയൊക്കെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വാക്വം ബ്രഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാക്വം ക്ലീനേഴ്സ് വെച്ചിട്ട് ആ മുസല്ലകളൊക്കെ മാറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആളുകൾ അവിടെ കിടക്കുന്നവരുണ്ട്, ഉറങ്ങുന്നവരുണ്ട്. പിന്നെ ആ ക്ലീൻ ചെയ്യുന്ന ഇടത്തുനിന്ന് ആളുകളെ പിടിച്ച് മാറ്റും. എന്നിട്ട് പിന്നെ വീണ്ടും അവരവിടെ വന്ന് കിടക്കും. അടുത്ത സ്ഥലത്ത് വീണ്ടും അവർ ക്ലീൻ ചെയ്യാൻ പോകും. ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് ക്ലീനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ ഓരോ ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട്. എൻ്റെ 7th ഗേറ്റാണ് കേട്ടോ ഇതപ്പം 7th ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കാണ് ഈ കുട വരുന്ന തൂണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊക്കെ കാണാൻ പറ്റി കേട്ടോ. ഇതൊക്കെ ഞാൻ പണ്ട് സൗദി ചാനലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റി. അൽഹംദുലില്ലാ. 1ാമത്തെ ഗേറ്റ് കണ്ടു. പിന്നെ നമ്മളിവിടെ 22-ലൊക്കെ ആയിരുന്നു നിന്നതെന്ന് തോന്നുന്നു. ഇതാണ് ഇതേണ്ട 1ാമത്തെ ഗേറ്റ് ഇതാണ് കേട്ടോ. 1ാമത്തെ ഗേറ്റിൽ കൂടെ കിക്കായൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ജെൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ ഇത് വേറൊരു ഏരിയ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടും ഒരുപോലെ തോന്നും, പക്ഷേ ഇതെല്ലാം ഡിഫറെൻറ്റ് ഏരിയാസാണ്. സോ സിമ്പിൾ കസേര കേട്ടോ. അപ്പം ഓരോ സ്ഥലവും കാണാൻ ചിലരുടെ സിമിലർ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഗേറ്റ് നമ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾക്ക് കൂടുതലും മനസ്സിലാകുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ തസ്ബി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്.